അതായത് 7200 രൂപ RCKകൾ മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ അടുത്ത നോയ്സ് ഫിൽറ്റർ ആണ്. നോയ്സ് ഫിൽറ്റർ അല്ലേ, ഈ നോയ്സ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയർ ചെയ്യാൻ സ്പീക്കർ ചെയ്യാൻ നേരത്തെ ചില വണ്ടികളിൽ ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് ചെറിയൊരു മൂളൽ ഉണ്ടാവും. ചാനൽ, 2 ചാനൽ, 3 ചാനൽ, 4 ചാനൽ, 5 ചാനൽ, അങ്ങനെ 5 ചാനലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് സബിന്റെ വോളിയം കൺട്രോളറാണ് നമുക്ക് ഈ വണ്ടിയ സബ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോസ് ഓഡിയോയുടെ ആംപ്ലിഫയർ, സ്പീക്കറും, സബ് ഓഫറും, അതേപോലെ തന്നെ നോയ്സ് ഫിൽറ്ററും, വയറിങ്ങും, സ്പീക്കർ ബോക്സും, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ആണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വണ്ടി എന്ന് വെച്ചാൽ ക്രേറ്റിലാണ്, അതായത് 2016 മോഡൽ ക്രേറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ പുള്ളി നമ്മുടെ കേരളത്തിനകത്തുള്ള, കേരളത്തിൽ പുറത്തുള്ളതാണ് പുള്ളി, മാർത്താണ്ഡത്തുള്ളതാണ് പുള്ളിക്കാരൻ. ദുബായിൽ നിന്നും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് കണ്ടിട്ട് പുള്ളി ഇതെല്ലാം അവിടുത്തെ പർച്ചേസ് എനിക്ക് കൊടുത്തു വിട്ടതാണ് ഈ ഒരു പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വണ്ടി ക്രേറ്റിയാണ്. പുള്ളിയിൽ ഓൾറെഡി സിസ്റ്റംസ് മൊത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അതൊന്നും വേണ്ട. പുള്ളിയിൽ ഇരിക്കുന്ന തന്നെ റോബോട്ട് പോസ്റ്റേറ്റിന്റെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഞാൻ വണ്ടി കണ്ടാൽ തന്നെ പറഞ്ഞത് പുള്ളി ഇത്രയും ക്വാളിറ്റിയുടെ സാധനം എടുത്തിട്ട് പിന്നെ എന്തിനാ മാറ്റം ചോദിച്ചാൽ പുള്ളി പറഞ്ഞു അതിനേക്കാൾ ക്വാളിറ്റി ഈ ഒരു സംഭവത്തിന് ഉണ്ട് എന്ന് പുള്ളി പറഞ്ഞു. കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, പുള്ളി അവിടെ യൂസ് ചെയ്ത വണ്ടിയിൽ അതേപോലെ കണ്ടിട്ടാണ് പുള്ളി പറഞ്ഞത്. കാര്യം നമ്മൾ ഇരിക്കുന്നതിനേക്കാളും ഒരു ക്വാളിറ്റി ഉണ്ട്, അതേപോലെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ റേറ്റ് നോക്കാൻ നേരത്ത് മറ്റേ വെച്ചിട്ട് കൂടുതലാണെങ്കിലും സംഭവം പൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ബോസ് ഓഡിയാണ്. ബോസ് ഓഡിയോ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളെ ഇരിക്കുന്ന ഹുണ്ടായി ക്രേറ്റിൽ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ബോസ് ഓഡിയോ, പക്ഷേ ബോസ് ഓഡിയോ അല്ല വരുന്നത്, ബോസ് ആണ് വരുന്നത്. ബോസ് ഓഡിയോ വേറെയാണ് വരുന്നത്. രണ്ടും അമേരിക്കൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സംബന്ധമായിട്ട് നമ്മൾ കടയിൽ സ്പെഷ്യലായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ്, സ്റ്റീരിയോ ഇട്ട് എല്ലാ ഐറ്റംസിനും നമ്മൾ നല്ല ഓഫർ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് വിളിക്കുന്നവരാണ്, എൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് നമുക്ക് ജനുവരി 10 വരെയാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത്. അതായത് ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടെ നമ്മൾ ഓഫർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫറിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മളെ ചാനൽ എല്ലാവരും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിലേക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോയ്സ് ഫിൽറ്റർ എടുത്തിട്ടുണ്ട്, ആംപ്ലിഫയർ എടുത്തിട്ടുണ്ട്, സബ് ഓഫർ എടുത്തിട്ടുണ്ട്, സ്പീക്കർ, കോമ്പൗണ്ട് സ്പീക്കർ എടുത്തിട്ടുണ്ട്, അതേപോലെ RC കേബിൾ എടുത്തിട്ടുണ്ട്. RC കേബിളൊക്കെ ഞാൻ പരിചയപ്പെടുന്ന കാര്യം, ഒരു RC സിംഗിൾ കോഡ് കേബിൾ 1200 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 6 കേബിൾ, അതായത് ഏകദേശം 7200 രൂപ വരെ RC കേബിൾ മാത്രം നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ നോയ്സ് ഫിൽറ്റർ വന്നിട്ട് വണ്ടിക്ക് അത് നോയ്സ് ഫിൽറ്റർ ഇടുന്നതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ നോയ്സ് ഫിൽറ്റർ ഒരെണ്ണത്തിന് 3800 പ്രൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ സബ് ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്ത നേരത്ത്, സബിന്റെ റിവ്യൂ ചെയ്ത നേരത്ത് പറഞ്ഞിട്ടുണ്ട് അത് ബോക്സ് നമ്മൾ മേക്ക് ചെയ്തിട്ടില്ല. അപ്പം എന്താ ബോക്സ് ഞാനിവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. 15 ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ എത്ര ഹൈറ്റ് ഉണ്ട്, ഏകദേശം 2 അടി മേളിൽ ഈ ബോക്സിന്റെ ഹൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോർമലി തന്നെ 19 ഇഞ്ചും അങ്ങനെയൊക്കെയാണ് ഞാൻ സൈസ് ഇട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിന്റെ ഒറിജിനൽ അളവിനേക്കാൾ ഇച്ചിരി മെഷർമെന്റ് മാറ്റിയാണ് ചെയ്തത്. കാര്യം എനിക്ക് സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വയറിങ് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഒരു വയറിന്റെ ക്വാളിറ്റി ആണ്, RC കേബിളാണ്. 1200 രൂപ RC കേബിളാണ്. ഈ കേബിളിന്റെ ക്വാളിറ്റിയാണ്. ബ്രാസ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു പക്ക പറഞ്ഞ ബ്രാസ് ഒരു കാലത്തും ഈ ബ്രാസിൽ നിന്ന് പോവില്ല എന്നാണ് ഒരു അവകാശപ്പെട്ട കമ്പനി. അതേപോലെ തന്നെ ഫുള്ള് കോപ്പറാണ് ഇതിന്റെ ഉൾഭാഗത്ത് വന്നിരിക്കുന്നത്. കംപ്ലയിൻസ് ഒക്കെ കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ ഈ സംഭവം എടുത്തിട്ടില്ല, ഇതെല്ലാം ഈ കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്ന പ്രോഡക്റ്റുകളാണ് ഫുള്ള്. അതേപോലെ 6 RC കേബിൾ, അതായത് 7200 രൂപ RC കേബിൾ മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ അടുത്ത നോയ്സ് ഫിൽറ്റർ ആണ്. നോയ്സ് ഫിൽറ്റർ അല്ലേ, ഈ നോയ്സ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയർ ചെയ്യാൻ സ്പീക്കർ ചെയ്യാൻ നേരത്തെ ചില വണ്ടികളിൽ ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് ചെറിയൊരു മൂളൽ ഉണ്ടാവും. അല്ലെങ്കിൽ വണ്ടിയിൽ കാലെടുത്ത് പറഞ്ഞാൽ മോഡൽ കൂടി വരും. അത് ഈ സ്പീക്കർ കണക്ട് ചെയ്യുന്നതിൽ, ആംപ്ലിഫയർ കൊടുക്കുന്നതിൽ RC കേബിളിനകത്ത് എർത്ത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ നോയ്സ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ബോഡി എർത്ത് കൊടുത്തതിന് ശേഷം RC കേബിളിന്റെ എർത്തിനകത്ത് നമുക്ക് 2 വയർ കണക്ട് ചെയ്ത് കൊടുത്താലും ആ ഒരു നോയ്സ് പോവാൻ ഉണ്ട്, ആ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പഴയ ടെക്നീഷ്യന്മാരൊക്കെ നല്ല വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ഒരു ഐഡിയയിലാണ് ചെയ്തിട്ടുള്ളത് ആദ്യ കാലത്ത്. പക്ഷെ അന്ന് നോയ്സ് ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ നോയ്സ് ഫിൽറ്റർ. പക്ഷെ ഇത് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ആ നോയ്സ് പോകുന്നല്ല പറയുന്നത്. 50% നമുക്ക് ആ നോയ്സ് കുറഞ്ഞു നിൽക്കും, അതാണ് അവകാശപ്പെടുന്നത്. അതായത് പൂർണ്ണമായിട്ട് ക്ലോസ് ആവത്തില്ല നോയ്സ്. അത് നമ്മളെ വണ്ടിയിൽ ഉണ്ടാകുന്ന സ്റ്റീരിയോയ്ക്ക് അതൊന്നും വരുന്ന ഔട്ട്പുട്ടിന്റെയും
എല്ലാം കൂടെ വരാൻ നേരത്താണ് ഈ നോയ്സ് വരുന്നത്. അപ്പോൾ ഈ നോയ്സിന് വേണ്ടിയിട്ടുള്ള ഫിൽറ്ററും കാര്യങ്ങളായിട്ട് ഇരിക്കുന്നത്. ഇതിനകത്ത് 50% വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നോയ്സ് ഫിൽറ്ററൊക്കെ ഇടുന്ന മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടുത്ത നമ്മുടെ ആംപ്ലിഫയർ ആണ്. ഏകദേശം 3700 വാട്ട്സിന്റെ ആംപ്ലിഫയർ. പുള്ളിക്കാരൻ്റെ ബോക്സ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നില്ല. ഈ ബോക്സ് എൻ്റെ ഇരുന്ന ഒരു ബോക്സാണ്. ഞാൻ നേരത്തെ വണ്ടിയിൽ ചെയ്തെടുത്തെടുത്ത ബോക്സാണ്. ബോക്സ് ആഡിയോ PV 3700 വാട്ട്സ്. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1880 RMS ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്രയ്ക്ക് മാരക ഔട്ട്പുട്ടാണ് വരുന്നത് കേട്ടോ. കാര്യം 1880 RMS. സബ് ഊഫറിന് മാത്രം വരുന്നത് 1250 സബ് ഊഫറിനായിട്ട് മാറും. അതിനുശേഷം വരുന്ന 600 RMS വെച്ച് നമ്മൾ സ്പീക്കറിലോട്ടാണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്റെ അൺബോക്സ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബോസ് ഓഡിയോ. അതിനകത്ത് കറക്റ്റ് പഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുന്നുണ്ട്. ഇത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. 3700 വാട്ട്സ് 1850 RMS ആണ്. പിന്നെ ഇതിനകത്ത് ഹൈ പാസ് ഫിൽറ്ററും ലോ പാസ് ഫിൽറ്ററും അതേപോലെ തന്നെ നമ്മളെ 2 ചാനൽ തൊട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 1 ചാനൽ, 2 ചാനൽ, 3 ചാനൽ, 4 ചാനൽ, 5 ചാനൽ, അങ്ങനെ 5 ചാനലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് സബിന്റെ വോളിയം കൺട്രോളറാണ് നമുക്ക് ഈ വന്നത്. സബിന് മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നിനും നമുക്ക് ഈ ഐറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് 40 AV ആയിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആംപ്ലിഫയർ അതിനകത്ത് വലുതായിട്ട് പറയാനൊന്നുമില്ല. സംഭവം ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വെയിറ്റ് നല്ല മാരക വെയിറ്റുള്ള. അതേപോലെ ഹൈ സൈസ് നോക്കി ഇത്രയും സൈസ് ഉണ്ട് ഈ സംഭവത്തിന്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഹൈ പാസ് ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ പാസ് ഫിൽറ്ററിനകത്ത് നമുക്ക് ഇച്ചിരി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറവായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈ പാസ് ഫിൽറ്റർ ഒരു കാരണത്തിലും ഒരു വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്പീക്കറാണ്. നമ്മളെ 500 വാട്ട്സിൻ്റെ സ്പീക്കറാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 വാട്ട്സും 250 RMS 125 RMS ഒരു 1 സ്പീക്കർ വെച്ചാണ് വരുന്നത്. അതായത് 250 RMS ആണ്. PC 65 UC ആണ് വരുന്നത്. അൺബോക്സ് ചെയ്യാൻ നേരത്തെ ബോസ് ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള ട്യൂട്ടറൊക്കെ അലൂമിനിയം കോട്ടികളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ട്യൂട്ടർ ഉണ്ടല്ലോ, ഹൈ ക്വാളിറ്റി ട്യൂട്ടറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ട്യൂട്ടർ മാത്രമായിട്ട് ബോസിന് മേടിക്കാൻ കേട്ടോ. ഏകദേശം 9000 രൂപ അടുപ്പിച്ച് ഈ ഒരു ട്യൂട്ടറിന് വരുന്നുണ്ട് ബോസിൻ്റെ. അപ്പോൾ നമ്മൾ JBL 3000 രൂപ, അതേപോലെ ഹെഡ്സ് 6000 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അത്രയും ക്വാളിറ്റി ഉണ്ട്. അതേപോലെ നമ്മളെ ക്രോസ് ഓവർ ഉണ്ട്. ഈ ഒരു ക്രോസ് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കീറാം. കാര്യം നമുക്ക് ഓൾറെഡി ഫിറ്റ് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബോസ് ഓഡിയോ സിസ്റ്റം മാക്സിമം പവർ 500 വാട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോസ് ഓവർ കൊടുക്കാനായിട്ടുള്ള. അതേപോലെ തന്നെ നമുക്കിതിനകത്ത് 3 dB 1 dB 6 dB -dB എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ട്യൂട്ടറിൻ്റെ പോസിറ്റീവ് കണക്ഷൻസ് കൊടുക്കാനുള്ളതാണ്. DB എന്ന് പറയുമ്പോൾ 0 dB ട്യൂട്ടർ ഹൈ ലെവലിൽ ചിലയിലിപ്പുണ്ടാവും. ലോ നമുക്ക് ഇതിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ട്യൂട്ടറിൻ്റെ പെർഫോമൻസ് കുറയുന്നതനുസരിച്ചാണ് DBകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് കൂടുന്തോറും 0 ഇട്ടും, പെർഫോമൻസ് കുറയും തോറും 3 6 ഇട്ട് വിടും. നമുക്ക് ഓവറായിട്ട് വോളിയം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ. ഇതിൻ്റെ സൈസ് ഉണ്ടോ എൻ്റെ ഫോണിൻ്റെ എത്ര സൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്രോസ് ഓവറിന് തന്നെ. പിന്നെ സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റം സീരീസ് ആണ്. ഇതെല്ലാം എടുത്ത് ഫുള്ള് ഫാൻറ്റം സീരീസ് ആണ് എടുത്തിരിക്കുക. അല്ലേ, നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല. ഫാൻറ്റം സീരീസ് ആണ് കേട്ടോ. അത്രയും ടോപ്പ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഏകദേശം നല്ലൊരു കോസ്റ്റ് ഉണ്ട്. അതേപോലെ 4 ohm ആയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് 4 ohm ആണ് സാധാരണ നോർമൽ സ്പീക്കർ വരുന്നത്. 8 ohm കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഹോം തിയേറ്ററാണ്. നമുക്ക് 8 ohm ഏറ്റവും കൂടുതൽ വരുന്നത്. അതാ സ്പീക്കർ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഫിക്സിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സബ് ഊഫറിൻ്റെ കൂടെ ഞാൻ ഇതിലൂടെ അൺബോക്സ് ചെയ്തതിന് ശേഷം ബോക്സിനകത്ത് ആഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഹോം 1 ohm 2 ohm 6 ohm 4 ohm 8 ohm എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സബ് ഊഫറാണ്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ സബ് ഊഫറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഒക്കെ മേക്ക് ചെയ്ത ബോക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോക്സും കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്തിട്ടുണ്ട്. സബ് ഊഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 വാട്ട്സിൻ്റെ സബ് ഊഫറാണ്. 15 ഇഞ്ചിൻ്റെ സബ് ഊഫറാണ് കേട്ടോ. സംഭവം കണ്ട അട്ടാറ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അതേപോലെ ബോസ് ഓടി അതെല്ലാം ഫാൻറ്റം സീരീസ് ഉണ്ട്. ബോസിൻ്റെ തന്നെ ഫാൻറ്റം സീരീസ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്. അതേപോലെ 2 coin ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, 2 ohm 1 ohm എങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ 1 ohm അല്ലെങ്കിൽ 1 ohm എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇവിടേക്ക് കണക്ഷൻ വന്നതിന് ശേഷം ഔട്ട് സൈഡിൽ കൂടെ പോയിട്ട് വേറൊരു സ്പീക്കർ ഇപ്പോൾ 1 ohm എന്ന് പറയാം. നമുക്ക് 2 ohm എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലസും ഇപ്പുറ സൈഡിലെ പ്ലസും
ആയിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് 2 ഓം വരുന്നത്. 4 ഓം വരാൻ നേരത്തുള്ള കേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലസും ഇവിടുത്തെ നെഗറ്റീവ് ആയിരിക്കും കൊടുക്കുന്നത്. 8 ഓമും അതുപോലെ വന്ന ശേഷം മറ്റൊരു സ്പീക്കറിലൂടെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 8 ഓം വരുന്നത്. അതാ സ്പീക്കറിന്റെ കാര്യം പറഞ്ഞാൽ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സിന്റെ ഒക്കെ വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഇതാണ് കേട്ടോ നമ്മൾ 15 ഇഞ്ചിന്റെ ബോക്സ്. അപ്പോൾ ബോക്സിനകത്ത് ചെയ്യാനായിട്ടുള്ള റൂളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി സൗണ്ട് പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പോകണം. 15-ന്റെ സബ് ഓഫറാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും നമ്മളിത് ഫിക്സ് ചെയ്യാൻ നേരത്തെ കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാം. ഇതിനകത്ത് കവറും കാര്യങ്ങളൊന്നുമില്ല, സേഫ് ആയിട്ട് യൂസ് ചെയ്യുക, അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് ഫുൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിനു ശേഷം ഈ സംഭവം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ നമ്മൾ സൗണ്ട് പ്രൂഫിനായിട്ട് അകത്ത് നമ്മളെ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഓൾറെഡി നമ്മൾ സൗണ്ട് പ്രൂഫ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിക്കൂടെ ക്വാളിറ്റിയും അതേപോലെ തന്നെ പിന്നെ ഈ അകത്തേക്ക് വീഴുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കും. അങ്ങനെ ഒരു യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതൊക്കെല്ല സംഭവം ബോക്സ് മാരക സൈസാണ് കേട്ടോ. അത് നമ്മളതാ ഇതിനകത്ത് എടുത്ത് വെക്കാൻ വേണ്ടി പോയാണ് നമ്മൾ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളതിനെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ സ്ക്രൂ കൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് നിർത്താൻ മാത്രം മതി. കാര്യം നമ്മൾ കൈ കൊണ്ട് ഒരു സൈഡിലോട്ട് ഒത്തി പിടിച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടി. കാര്യം ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആയാലും ഡ്രില്ലിംഗ് മെഷീൻ ചെറുതായിട്ട് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മളെ സ്പീക്കറിൻ്റെ മൈൻഡ് കീറിപ്പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് നമ്മളെ ബോസിൻ്റെ കാറ്റലോഗിനകത്തും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് വേണം അടിക്കുവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്, ക്രേറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രേറ്റയ്ക്ക് നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യണം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അത് ക്രേറ്റയുടെ. ഇപ്പോൾ ക്രേറ്റയ്ക്കകത്ത് നമ്മൾ ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള സബ് ഓഫർ, ആംപ്ലിഫയർ, അതേപോലെ 4 സ്പീക്കർ, അതേപോലെ പൈനിയറിന്റെ തന്നെ വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാര്യം നമ്മൾ പൈനിയറിന്റെ സീരീസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ്, അതായത് ഇൻസ്റ്റാളേഷൻ വീഡിയോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോസ് ഫുള്ളൊന്നുമില്ല. നമ്മൾ പ്രഷർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ അതിനകത്ത് ചെയ്യത്തുള്ളൂ. അപ്പം ഇതിന്റെ കുറേ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ.